ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഫാത്തിമ ബീവിക്ക് റളിയല്ലാഹു അൻഹക്ക് ആപ്പിൾ വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ പോയ ഒരു കഥയുണ്ട്. ഉറുമാമ്പഴം വാങ്ങാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവിക്ക് പനി പിടിപെട്ടു റളിയല്ലാഹു അൻഹ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി പിടിപെട്ടിട്ട് പനി മാറിയപ്പോൾ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതി. അലിയാരോട് പറഞ്ഞു, ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന് വല്ലാത്ത പൂതി ഉണ്ട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു പള്ളിക്കന്ന് വരുമ്പോൾ അങ്ങാടി പോയിട്ട് കീശയിലുള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങി. നടന്നു വരുമ്പോൾ വഴിയിൽ ജയിൽ മോചിതനായി കടന്നു വരുന്ന ഒരു മിസ്കീനിനെ കണ്ടു. അയാൾ ജയിലിൽ നിന്ന് ചങ്ങല അയച്ചിട്ട് വരികയാണ്. ഒരു മിസ്കീൻ ബക്കറ്റ് പിരിവുണ്ട്, കൊണ്ടുവരി, മഴ ശക്തമാവുന്നതിന് മുമ്പ് കീശയിലുള്ള കായ് മുഴുവൻ വാങ്ങിക്കോളി. ഇവിടെ പറഞ്ഞല്ല വിഷയങ്ങളൊക്കെ. പള്ളിപ്പണിയുണ്ട്, കാര്യമായിട്ട് എല്ലാവരും സഹായിക്കണം, മൈക്കുണ്ട്, പന്തലുണ്ട്, ലൈറ്റ് ഉണ്ട്, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. മേടിച്ചു. അപ്പം എല്ലാവരും കാര്യമായിട്ട് കീശയിലുള്ളതൊക്കെ കിലുങ്ങാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക. പിന്നെ പള്ളിയുടെ വിഷയങ്ങളുമായും അതിൻ്റെ പ്രവർത്തനങ്ങളുമായും ഒക്കെ എല്ലാവരും കാര്യമായി സഹായിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ. പിന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ പിരിവിൻ്റെ വയൽ ഇത്ര തന്നെ ഉള്ളൂ, കഴിഞ്ഞു. ഇനി മറ്റേ പഴയ വയലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അത് മൂപ്പര് ഇനി ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും പറയും, അപ്പം കൊടുക്കാൻ തീരുമാനിക്കണ്ട. ഇപ്പം ആദ്യത്തെ ഒരു കൊടുതി എന്നുള്ള നിലയിൽ ആ കീശയിലുള്ള കിലുങ്ങാത്ത സാധനങ്ങളൊക്കെ കൊടുക്കി. പിന്നെ ബാക്കി എന്തായാലും നിങ്ങൾ കൊടുക്കേണ്ടി വരും സൗകര്യം പോലെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും വിജയിപ്പിക്കട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, നന്മ 10 ഇരട്ടി കൊണ്ടാണ്. എല്ലാ നന്മക്കും 10 ഇരട്ടി കിട്ടും. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ നിന്ന് ഉറുമാമ്പഴം വാങ്ങിയിട്ട് ഇങ്ങനെ വരുമ്പോൾ വഴിയിൽ നിന്ന് ഒരു മിസ്കീനെ കണ്ടു. അലിയാരോട് ചോദിച്ചു, അലിയാരെ വല്ലാതെ വിശന്നിട്ട് വയ്യ, അതുകൊണ്ട് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ആകെ ഒരു ഉറുമാമ്പഴം ഉള്ളത്. അതാണെങ്കിൽ ഫാത്തിമാക്ക് പനി മാറിയിട്ട് ഉറുമാമ്പഴം തിന്നാൻ പൂതിയായപ്പോൾ കൊണ്ടുപോവാണ്. അപ്പം ഇങ്ങനെ മൂപ്പര് കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച്, പഠിച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം ഈ മിസ്കീന് കൊടുക്കണോ അതോ ഫാത്തിമ ബീവിക്ക് കൊണ്ടുപോയി കൊടുക്കണോ? കുറേ നേരം ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനം എടുത്തു. ഫാത്തിമാക്ക് എന്തായാലും വിശന്നിട്ടല്ലല്ലോ, പൈസന് തിന്നാൻ അവിടെ സാധനങ്ങളുണ്ട്, പൂതി ആയതുകൊണ്ടല്ലേ. ഇയാൾ വിശന്നിട്ടാണ്. അപ്പോൾ വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചിട്ട് അയാൾ കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോൾ മുഖത്തിനൊരു വാട്ടം. കാരണം എന്താ വെച്ചാൽ ആകെ ഒരു ഉറുമാമ്പഴം വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നുള്ളൂ. ആ ഉറുമാമ്പഴം വാങ്ങിയിട്ട് അതൊരു മിസ്കീന് കൊടുത്തു. ഇനിയിപ്പോൾ അതില്ലാതെ വീട്ടിലേക്ക് ചെല്ലണമല്ലോ. അപ്പം മുഖത്തിന് ചെറിയൊരു വാട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ചു, എന്താ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വലിയ വിഷമമുണ്ടല്ലോ, എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നുമല്ല, ഞാനുള്ള പൈസക്ക് ഒരു ഉറുമാമ്പഴം വാങ്ങിയിട്ട് വരുമായിരുന്നു. അപ്പോൾ ഒരാളിങ്ങനെ മിസ്കീന് ജയിലിൽ നിന്ന് മോചിതനായി വരുന്ന ഒരാളെ കണ്ടു. വിശന്നിട്ട് വയ്യ, കഴിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനതാണ് കൊടുത്തു. രണ്ടാമത് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല, അപ്പം ഞാൻ അങ്ങനെ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളത് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലാണ് ഭയങ്കര ടെൻഷൻ, കൊടുത്തതുകൊണ്ട് ഭയങ്കര റാഹത്തായി എന്ന് പറഞ്ഞു സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു. അത് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഓലെ പരിചയക്കാരനായ വേറൊരു സഹാബി ഇങ്ങനെ കയറി വരുന്നുണ്ട്. കയ്യിലൊരു കീസുണ്ട്. ഇങ്ങനെ കയറി വന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ആ കീസ കൊടുത്തിട്ട് പറഞ്ഞു, അലിയാരെ, ഇങ്ങക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ 9 ഉറുമാമ്പഴമുണ്ട്. 9 ഉറുമാമ്പഴമുണ്ട്. സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതായിരിക്കില്ല എന്ന് പറഞ്ഞു. ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവൂല പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ തന്നെയാണെന്ന് പറഞ്ഞു. ഒരിക്കലും ആവൂല എന്ന് പറഞ്ഞു. അല്ലാന്ന് ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെ തന്നെയാണ് എന്ന് പറഞ്ഞു. ഒരിക്കലും ആവൂല പറഞ്ഞു. എന്താ അങ്ങനെ ആകായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ,
ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു തരിക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. ഇത് 9 ഉറുമാമ്പഴമേ ഉള്ളൂ, അള്ളാന്റെ റസൂലിന് തെറ്റൂല എന്ന് പറഞ്ഞു. മുസ്തഫ നബിക്ക് കണക്ക് തെറ്റൂല. ഇത് 9 ഉള്ളൂ, എനിക്കുള്ളതാണെങ്കിൽ 10 എണ്ണമാണെന്ന് പറഞ്ഞപ്പോ ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. കൂടിയും കൊടുത്തിട്ട് പറഞ്ഞു 10 ഉണ്ട്, ഇങ്ങ് എടുത്തോളി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു എന്താ പറയാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നിൽ പിടിച്ച് വന്നതായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കണം എന്ന് മൂപ്പരെ മനസ്സിലുണ്ടായിരുന്നു, കൊണ്ടുവരുന്ന ആളെ മനസ്സിൽ. 10 ഉണ്ടായിരുന്നു. പിന്നെന്താ ഞമ്മക്ക് കിട്ടാത്തേ? ഞമ്മക്ക് എന്താ കിട്ടാത്തേ? ഞമ്മക്ക് ഇതാണ്ട് ഈമാനായിട്ടില്ല, അതന്നെ പ്രശ്നം. ഈമാനാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കോഴിക്കോട് പാലക്കാട് ഹൈവേയില് മധുരയിന്ന് മംഗലാപുരത്തേക്ക് ലോഡും വണ്ടി പോകുമ്പോൾ നമ്മളാരും റോട്ടുമ്മക്കാണ്ട് കയറിയിട്ട് 2 കൈ ഇങ്ങനെയാണ് കെട്ടിങ്ങാണ്ട് കണ്ണിങ്ങനെയാണ് പൂട്ടിയിട്ടാണ് നിൽക്കൂല. എന്താ കാര്യം? പിരാന്തം വരെ നിൽക്കൂല. എന്താ കാര്യം? മരിച്ചെന്ന് ഈമാനാണ്. ജീവൻ പോകുമെന്ന് ഈമാനാണ്, അതുകൊണ്ട് നിൽക്കൂല. പിരാന്തന് വരെ ആ ഈമാൻ ഉണ്ട്, പിരാന്തം വരെ നിൽക്കൂല. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. എന്നാലേ സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും രാത്രി ഒരോട്ടം ഓതിയാലേ ദാരിദ്ര്യം വരൂല എന്നുള്ളത് ഈമാനാണോ? മുഹമ്മദ് നബി പറഞ്ഞതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനാണോ? ഈമാനാണെങ്കിൽ ഓതൂലേ. ദാരിദ്ര്യം പേടില്ലാത്ത ആരാളുള്ളത്? ദാരിദ്ര്യം ഭയമില്ലാത്ത ആരാണുള്ളത്? മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈലത്തിൻ മറ ലം യജിദുഹു ഫാഖത്തുൻ അബദാ. സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും ഒരു തവണ ഓതിയാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തേ ഓതാത്തത്? ഈമാനാവാത്തോണ്ട്. ഓതുണ്ടാക്കിയിട്ട് കയറുമ്പോ 2 കൈയും കണ്ണും ആകാശത്തേക്ക് ഉയർത്തി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതദഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന ദുആ ഒരാൾ നടത്തിയാൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് തുറക്കപ്പെടുന്നതാണെന്ന് പ്ലാസ്റ്റിക്കിന്റെ വെളുത്ത ബോർഡിൽ നീലമഷിയിൽ ഹൗദും കരയിൽ എഴുതി വെച്ചിട്ടില്ലേ? അതിന്റെ താഴല്ലേ ഈ ദുആ ഒരാൾ നടത്തിയാൽ അവന് സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം എന്നില്ലേ? എന്നിട്ട് എന്താ ഓതാത്തത്? ഇപ്പൊ കിട്ടുമല്ലേ എന്നാവാം. നബി അങ്ങനെയാണ് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. ഈമാനല്ല. 7 കോലുള്ള പൊട്ടങ്കേറ്റിന്റെ അടുത്ത് എന്നിട്ടേ അടിയിലിങ്ങനെ ഫുള്ള് പാറ കാണാനുണ്ടെങ്കിലും അങ്ങോട്ട് ചാടൂല. എന്താ കാര്യം? കാലൊടിയും എന്നുള്ളത് ഈമാന. ചാടൂല. കിണറ്റിന്റെ അവിടെ അങ്ങനെ ചെന്നിട്ടേ ഇങ്ങനെ നോക്കും, പാറയാണെങ്കിൽ ചാടൂല. ആത്മഹത്യ ചെയ്യാൻ പോയോ നീർക്കൊല്ലെ കണ്ടിട്ട് പോന്നു എന്ന് പറഞ്ഞു. എന്ന മാതിരി പോരു. എന്താ കാര്യം? ഇതാണ് ഈമാൻ പറഞ്ഞാലേ. പക്ഷെ നമുക്ക് ഈ കാര്യമൊന്നും ഈമാനല്ല. ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ട് ഈമാനാണില്ല. അതുകൊണ്ട് ആദ്യം അതൊക്കെ നമുക്ക് ഈമാന്റെ തലത്തിലേക്ക് വരണം. സ്വർഗം നമുക്ക് ഈമാനാണെന്ന് നമ്മൾ വിചാരം, നരകം ഈമാനാണെന്ന് നമ്മൾ വിചാരം. നരകം ഈമാനാണെങ്കിൽ ഒരാൾ നരകത്ത് പോകൂല. സ്വർഗം ഈമാനാണെങ്കിൽ ഒരാൾ സ്വർഗത്തിൽ പോവാതിരിക്കൂല. നിഅമത്തുകളെ കൊണ്ട് നിറക്കപ്പെട്ട വീടാകുന്നു സ്വർഗം, അദാബുകളെ കൊണ്ട് നിറക്കപ്പെട്ട വീടാകുന്നു നരകം. നരകം തിളച്ചതിൽ നിന്ന് പൊങ്ങും ദോഷികൾ. കൂജന്റെ മാതിരിയാണ് നരകത്തിന്റെ രീതി. മുകൾ ഭാഗം ഇടുങ്ങി താഴ്ഭാഗം വിശാലമാണ്. നരകം തിളച്ച് മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ മേലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഇടുങ്ങും. ആ ഇടുങ്ങിയ വശത്ത് അപ്പൊ ഒരു രേശം തീ ഉറക്കും. 70,000 പ്രകാശവർഷം താഴേക്ക് മനുഷ്യൻ പോകും. വീണ്ടും പിന്നെയും കത്തിക്കും. നരകം ഞമ്മക്കാണ്ട് ഈമാനല്ല. ഈമാനാണെങ്കിൽ ഒരു പ്രാവശ്യം കാണാൻ വരെ മനുഷ്യൻ ശ്രമിക്കൂല എന്നാണ് നരകം. അസ്ഹാബുൽ അറാഫ് എന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട്. നരകം കഴിഞ്ഞിട്ട് സ്വർഗത്തേക്ക് എത്തുന്നതിന്റെ മുന്നേ ഉള്ളൊരു സ്ഥലമാണ് അറാഫ്. സിറാത്ത് പാലം നരകത്തിന്റെ മേലെയാണ്. സിറാത്ത് പാലം കടന്നിട്ട് സ്വർഗത്തേക്ക് എത്തുന്നതിന്റെ ഇടയിലുള്ള സ്ഥലം അതാണ് അറാഫ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒമിനൽ അറാഫ് റിജാൽ.
നന്മതിന്മകൾ തൂക്കിയപ്പോൾ സമമായ ആളുകളാണ് എന്നൊരു അഭിപ്രായം, ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളാണ് എന്ന് വേറൊരു അഭിപ്രായം. എന്തായാലും അഭിപ്രായം ആരായാലും അവിടെ കുറച്ച് ആൾക്കാരുണ്ടാവും. ഒരു പ്രാവശ്യം നരകത്തിലേക്ക് നോക്കും ഒറ്റവട്ടം, പിന്നെ നരകത്തേക്ക് നോക്കാതെ സ്വർഗത്തേക്ക് മാത്രം നോക്കി നിൽക്കും. അപ്പോൾ അള്ളാഹു ചോദിക്കും, എന്താ ചങ്ങായിമാരെ നിങ്ങളിങ്ങനെ ഇങ്ങോട്ട് നോക്കാത്തത് എന്ന് ചോദിക്കും. ഇവിടേക്ക് എന്താ നോക്കാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ ഓല് പറയും, പഠിച്ചോനെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനാണ് എന്ന് പറയും. എന്നാ പൊയ്ക്കോളി അറിയും. അവർ സ്വർഗത്ത് കാക്കും. പിന്നെ എന്തിനാ ഓലാടെ നിർത്തിയത്? ഒരു വട്ടം കാണിച്ചു കൊടുക്കാൻ. നരകം ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കാനാ. ഒരു വട്ടം കണ്ടാൽ തന്നെ മതിയാവും അത് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. കടക്കൊന്നും വേണ്ട. മനുഷ്യൻ ഒരു പ്രാവശ്യം കാണാൻ വരെ താല്പര്യം പ്രകടിപ്പിക്കാത്തതാണ് നരകം എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കണ്ട് ഈമാനാ? സ്വർഗം ഈമാനാണോ? സ്വർഗ ഈമാനാണെങ്കിൽ എന്താ ചെയ്യാ? എപ്പോഴും സ്വർഗത്തെ പറ്റി. ഒരാൾക്ക് മദീന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എപ്പോഴും മദീനത്തെ പറ്റി ആലോചിക്കും. ഒരാൾക്ക് മക്ക ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എപ്പോഴും മക്കത്തെ പറ്റി ആലോചിക്കും. മദീന ഭയങ്കര ഇഷ്ടമാണ് ഒരാൾക്കെങ്കിൽ എന്ത് സാധനം കണ്ടാലും മദീനത്തേക്കാണ് ആലോചിക്കുക. ഒരു ഫ്ലാസ്ക് കണ്ടാൽ ഈ ഫ്ലാസ്ക് മദീനത്തുനിന്ന് കൊടുന്നാന്നാവോ അങ്ങനെ ആലോചിക്കുക. മദീന ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആലോചിക്കുക. സ്വർഗം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഏത് സാധനം കണ്ടാലും അതിനെ സ്വർഗത്തിലേക്ക് ബന്ധപ്പെടുത്തി ആലോചിക്കണം. ഭയങ്കര ഇഷ്ടമാണെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ അടിസ്ഥാന കാരണം അത് സ്വർഗത്തിലുള്ളത് കൊണ്ടാണ് എന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറയാനേ, പാട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പാട്ട് എന്താ കാരണം? പാട്ട് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം.